വാർത്തയിലേക്ക് പോയാൽ കാർപോർച്ചിൽ കിടന്ന കാറിന് ഫാസ്ടാഗിലൂടെ ടോൾ പിരിച്ചതായി പരാതി. മുൻ ജില്ലാ ഗവൺമെന്റ് ലീഡർ പി കെ സജീവന്റെ അക്കൗണ്ടിൽ നിന്നാണ് പണം നഷ്ടപ്പെട്ടത്. ഇടപ്പള്ളിയിൽ കിടന്ന കാർ തൃശൂർ പാലിയക്കര ടോൾ പ്ലാസ കടന്നുപോയതായാണ് ഫോണിൽ സന്ദേശം ലഭിച്ചത്. സംഭവത്തിൽ പി കെ സജീവൻ സൈബർ സെല്ലിൽ പരാതി നൽകി. സൈഫിനിസ അലിയാറിന്റെ റിപ്പോർട്ടിലേക്ക്. യാത്രയ്ക്ക് ടോള് പിരിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യമാണ് ഈ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത്. അതുതന്നെയാണ് ഈ ഇടപ്പള്ളി സ്വദേശിയായ പി കെ സജീവൻ എന്ന് പറയുന്ന ഈ അഡ്വക്കേറ്റിനും തോന്നിയിരിക്കുന്നത്. സ്വന്തം വീടിന്റെ പോർച്ചിൽ കിടന്ന കാറിന് ടോൾ ഈടാക്കിയിരിക്കുകയാണ്. അക്കൗണ്ടിൽ നിന്ന് 90 രൂപ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ടോൾ ഈടാക്കി എന്നുള്ളത് അറിയുന്നത്. പക്ഷെ എങ്ങനെയാണ് ഈ വാഹനം പോർച്ചിൽ കിടക്കുമ്പോൾ പണം പിടിക്കുന്നത് എങ്ങനെയെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എപ്പോഴാണ് ഈ മെസ്സേജ് വരുന്നത്? കഴിഞ്ഞ ഞായറാഴ്ച ഒരു 8:10 ഉദ്ദേശം എനിക്കൊരു മെസ്സേജ് വന്നു. 8:08 എൻ്റെ വാഹനം പാലിയക്കര ടോൾ പ്ലാസ കടന്നു പോയതായിട്ട് കാണിച്ചുകൊണ്ടാണ് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് 90 രൂപ ഡിഡക്റ്റ് ചെയ്തതായിട്ട് ആണ് മെസ്സേജ് വന്നത്. ഉടനെ തന്നെ ഞാൻ സൈബർ സെല്ലുമായി ബന്ധപ്പെടുകയും അവർ ഇമെയിൽ വഴി ഞാൻ പരാതിപ്പെടുകയും ചെയ്തു. ഇത് ഈ എമൗണ്ട് 90 ആയതുകൊണ്ട് പോലീസിനൊരു ശുഷ്കാന്തി കുറവുണ്ട്. ഇതൊരു ചെറിയ എമൗണ്ടാണ്. പക്ഷേ അതാണ് എല്ലാവർക്കും ഒരു സംശയം. കാരണം 90 രൂപയല്ലേ, എല്ലാവരും 90 രൂപയല്ലേ ഉള്ളൂ, അതിനെന്താ പ്രശ്നമെന്ന് ഒരു സംശയം ഉണ്ടാവും. പലരും അത് ഞാൻ ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടാകും എന്നൊക്കെ മനസ്സുകൊണ്ട് ധരിച്ച് ആളുകൾ പരാതിപ്പെടില്ല. പോലീസ് ഈ ചെറിയ തുകയായതുകൊണ്ട് പോലീസിന് എന്നിട്ട് എന്നോട് ആ പോലീസ് തർക്കിച്ചത് അതിൻ്റെ ജൂറിസ്ഡിക്ഷനെ സംബന്ധിച്ചാണ്. പാലിയക്കരയിലല്ലേ എന്നാണ്. പിന്നെ എനിക്ക് അത് അറിയാവുന്ന ഒരു സാധാരണ ലേമാനാണെങ്കിൽ ഒരു പക്ഷേ അവരുടെ ആ വാദത്തിൻ്റെ മുമ്പിൽ പിന്നെ പാലിയക്കരയ്ക്ക് പോകണ്ടെന്ന് വെക്കും. പക്ഷെ ഞാനത് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതുകൊണ്ട് അവർ പരാതി എടുക്കുകയും ആ പരാതി അന്വേഷണത്തിന് ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയെന്ന് മെസ്സേജ് എനിക്ക് വരികയും ചെയ്തു. എനിക്ക് അതിൻ്റെ പരാതിയുടെ റെസിപ്റ്റ് തന്നു. പക്ഷേ നാളിതുവരെ ഒരാഴ്ചയായി യാതൊരു നടപടികളോ അതിലുണ്ടായിട്ടില്ല. അതായത് ഈ ഫാസ്ടാഗ് ബാങ്കും ഈ പാലിയക്കര ടോൾ പ്ലാസക്കാരും തമ്മിലുള്ള ഒരു കോൺസ്പിറസി ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് യാതൊരു സംശയവും വേണ്ട. അവരറിയാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കൂല. ഇത് വേണമെങ്കിൽ ഈ ക്രൈമിനൊക്കെ ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. ഇവരുമായി ഈ സിസ്റ്റം ഇത് അല്ലെങ്കിൽ ഈ ഒരു ക്രമക്കേട് കണ്ടെത്തിയില്ലെങ്കിൽ ഇവരുടെ പിൻബലത്തോടു കൂടി ക്രിമിനലുകൾക്ക് ചെയ്തുകൂടെ? ചെയ്യണുണ്ടാവില്ലേ? എല്ലാവരും നിസ്സാര പൈസയാണല്ലോ എന്ന് കരുതി ചിലപ്പോൾ വിട്ടുകളയാവുന്ന ഒരു വിഷയമാണ്. പക്ഷെ കുറച്ച് ഗൗരവമായ വിഷയം കൂടിയാണ്. ഈ കിടക്കുന്ന കാറാണ്. ഈ കാറിന് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു ടോൾ ഈടാക്കിയിരിക്കുന്നത്. ഈ കാറ് ഈ പറഞ്ഞ ദിവസം ടോൾ പ്ലാസയുടെ ഭാഗത്തൂടി കടന്നു പോവുകയോ അതല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഈ കാർ പോർച്ചിൽ കിടക്കുന്ന കാറിനാണ് ഇപ്പോൾ ടോൾ ഈടാക്കിയിരിക്കുന്നത്. അതിനെതിരെ എന്തായാലും നിയമപരമായ പോരാട്ടവുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ അഡ്വക്കേറ്റ് സജീവന്റെ തീരുമാനവും. ക്യാമറാമാൻ ശ്രേയസിനൊപ്പം സൈഫിനിസ അലിയാർ, ന്യൂസ് മലയാളം, കൊച്ചി.